ക്ഷയം, വാട്ടം, മാലിന്യം ഇവയൊന്നുമില്ലാത്ത ഒരു വിശുദ്ധ മണവാട്ടിയായി എന്നെ തന്നെ അവന് കൊടുക്കാനായിട്ട് എനിക്ക് കഴിയുമോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനിരിക്കുന്നത് പോലെ അവനെ കാണേണ്ടതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അവൻ വരുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവരൊക്കെയും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. ഈ ദിവസത്തെ ക്ലാസ്സുകൾ മടങ്ങി വരുന്ന കർത്താവിന് വേണ്ടി വിശുദ്ധിയോടുകൂടി നമ്മളെ ഒരുക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതാണ് വാസ്തവത്തിൽ ഭാഗ്യമായിരിക്കുന്നത്. വേറെ ഒന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. 2000 വർഷം മുമ്പ് കർത്താവ് വന്നത് പാപികളെ തേടിയാണ്. പക്ഷേ ഇനി കർത്താവ് വരാൻ പോകുന്നത് പാപികളെ തേടിയല്ല, ശുദ്ധയും നിഷ്കളങ്കയും വാട്ടവും മാലിന്യവും ഒന്നുമില്ലാത്ത ഒരു നിർമ്മല കന്യകയെ തിരക്കിയാണ് നമ്മളെ തന്നെ നിർമ്മലതയോടെ സൂക്ഷിക്കുവാൻ. അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെയും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. എത്ര പേര് ദൈവസന്നിധിയിൽ, കർത്താവേ, നിന്റെ മടങ്ങി വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഈ കാലയളവിൽ അവൻ്റെ മടങ്ങി വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പുകൾ വളരെ ചുരുക്കമായിരിക്കുകയാണ്. പലരുടെയും ചിന്ത അവനിക്ക് വന്നില്ലെങ്കിലും പ്രശ്നമില്ലെന്നാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ഫലമേൽപ്പിച്ച ജോലി നിവർത്തിച്ചുകൊണ്ട് അവനെ കാണുവാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുന്നുവോ? സംതൃപ്തിയോടുകൂടി അവനെ കാണുവാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നുവോ? അവൻ്റെ ക്രൂശിലെ മരണം എനിക്ക് തന്ന വിജയം ആഘോഷിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നോ? എനിക്ക് പറയാൻ പറ്റുമോ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പുൽകുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വലിയ വിജയാഘോഷമുണ്ടാകുമെന്ന് എനിക്ക് പറയാൻ കഴിയുമോ? ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പുൽകുവാനായി നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നുവോ? പാപത്തിൻ്റെ വഴിയിൽ ജീവിക്കുന്നവന്, അശുദ്ധിയിൽ കഴിയുന്ന ഒരു മണവാട്ടിയെ തിരക്കി അല്ല കർത്താവ് വരുന്നത്, വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു മണവാട്ടിയെ തിരക്കി. എത്ര പേര് തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കും? ക്ഷയവും വാട്ടവും മാലിന്യവും ഒന്നുമില്ലാത്ത, ഒരു സ്പോട്ട് പോലുമില്ലാത്ത, പാപത്തിൻ്റെ യാതൊരു കളങ്കവുമില്ലാത്ത, അസൂയയില്ലാത്ത, പകയില്ലാത്ത, പിണക്കമില്ലാത്ത, കോപമില്ലാത്ത, ക്രോധമില്ലാത്ത, ശാഠ്യമില്ലാത്ത, ദ്വന്ദ്വപക്ഷമില്ലാത്ത, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വാട്ടവും കോട്ടവും മാലിന്യവുമുള്ളവരായിത്തീരുകയാണ്. ആ ഒരു കന്യകത്തിലേക്ക് അല്ല കർത്താവ് വരുന്നത്. അവൻ്റെ വരവിങ്കൽ വിശുദ്ധിയോടുകൂടി അവനെ എതിരേൽക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറ, കർത്താവേ, ഒരു വിശുദ്ധ മണവാട്ടിയായി നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഞാനൊരു ദീർഘായുസിന് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്, എനിക്ക് നീ എന്നെ ഭരമേൽപ്പിച്ച ജോലി തീർക്കണമെന്നേ ഉള്ളൂ കർത്താവേ. ഐ ആം ആസ്കിങ് ഫോർ എ ഫുൾ ലൈഫ്, നോട്ട് എ ലോങ് ലൈഫ്. കർത്താവേ, എന്നെ നീ ഭരമേൽപ്പിച്ച ജോലി നിർവഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. മോഹങ്ങളിൽ നിന്ന് വലിയൊരു വിടുതൽ എനിക്ക് നൽകണമേ. വിശുദ്ധിയിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. വരാൻ പോകുന്ന ആ ദിവസം നീ ഇറങ്ങി വരുമ്പോൾ വിശുദ്ധിയിൽ നിന്നെ എതിരേൽക്കുവാൻ എന്നെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.